നമസ്കാരം, ഞാൻ സൂരജ് പാലക്കാരൻ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ, സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. ഓർമ്മകൾക്ക് ഒരുപാട് സുഗന്ധമുണ്ട്. ഓർമ്മകളാണ് നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ ഓർമ്മകളില്ലാത്ത ഒരവസ്ഥ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ? അതായത് അൽസമേഷ്യ പോലെ രോഗങ്ങൾ വന്നവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞതെല്ലാം മറന്ന് ജീവിക്കുന്നവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടാവത്തില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഞാനിന്ന് കാണാനിടയുണ്ടായി. ഞാനിപ്പോൾ നിൽക്കുന്നത് മരിയ സദനം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പാലായിൽ മരിയ സദനം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. പുള്ളിയുടെ പേര് ഇപ്പൊ ഞങ്ങളെല്ലാം അവിടെ ഇട്ടിരിക്കുന്ന പേര് വാറുണ്ണി എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരറിയില്ല, അദ്ദേഹത്തിന്റെ പഴയ കാലം അറിയത്തില്ല. ഇതാണ് ഞങ്ങളുടെ പ്രിയങ്കരായ വാറുണ്ണി. ഇതിന്റെ പേരെന്നാടാ? ഉറക്കെ പറ, അവര് കേക്കട്ടെ. പേര് മറന്നു പോയിരിക്കുകയാണ്. എവിടുന്നാ വന്ന? വീട് എവിടെയാ? വീട് സ്ഥലപ്പേരില്ലേ? നീ പിന്നെ മോളിൽ നിന്ന് പൊട്ടി വീണോ? സ്ഥലം പറയടാ. വീടുണ്ട്. എവിടെയാ വീട്? സ്ഥലപ്പേരില്ല. ഇവനെ ഇവിടെ കിട്ടിയിട്ട് മരീസ്ഥാനത്ത് കിട്ടിയിട്ട് എത്ര വർഷമായി? ഏകദേശം ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു. വാറുണ്ണിയെ കിട്ടിയിട്ട്, വാറുണ്ണിയെ മേലുകാവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് മരിയസ്ഥാനത്തിൽ കിട്ടിയത്. ഇവൻ മുടിയെല്ലാം നീട്ടി വളരെ ഭീകരാവസ്ഥയിൽ, കുട്ടികളെല്ലാം വഴി കൂടെ പേടിച്ചോടുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അവന്റെ പഴയൊരു രൂപം ഇതാണ്, നിങ്ങൾ കണ്ടാലറിയാം. ഇതുപോലെ ജടയായിട്ട് മുടി നീട്ടിയ ആളാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. നല്ല ഗ്ലാമറായിട്ട് ചക്കര കൂട്ടറായിട്ട് നിൽക്കുക. എടാ, ഇത് ആരാ നിനക്ക് അറിയാവത്? ആരാ ഇത്? അറിയത്തില്ല. അവൻ പറയുന്നത് അവൻ അറിയത്തില്ലെന്ന് പറയും. ഇതാരാന്ന് അവൻ അറിയത്തില്ല. ഇതാണ് വാറുണ്ണി. നിങ്ങൾ ഇതിന് തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ നോക്കി. ഇതാണ് വാറുണ്ണി. ശരിക്കും പറഞ്ഞാൽ വാറുണ്ണിയുടെ ഒരു കഥയെന്ന് പറഞ്ഞാൽ, വാറുണ്ണിയുടെ വീട് എവിടെയാണെന്ന് അറിയത്തില്ല, നാട് എവിടെയാണെന്ന് അറിയത്തില്ല, വാറുണ്ണിയുടെ വേറെ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല. പക്ഷേ വാറുണ്ണി ഇവിടെ സന്തോഷമല്ലേ? ഹാപ്പിയാണോടാ? ഹാപ്പിയല്ലേ? ഇവിടെ വളരെ സന്തോഷവാനാണ് വാറുണ്ണി. ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യും. അറിയാൻ മേലാത്ത പണികളൊന്നുമില്ല. ഇവൻ എല്ലാ പരിപാടിയും അറിയാം. ഇവിടെ എല്ലാവരും എന്ത് പറഞ്ഞാലും വാറുണ്ണി ഇങ്ങോട്ട്. വാറുണ്ണിയുടെ ഈ ചിരി മാത്രമുണ്ട്. ഇവന്റെ വേറെ ദുശീലങ്ങളൊന്നുമില്ല. ഇവൻ ഇങ്ങനെ മുടി നീട്ടി ഇതേപടി വന്നു. ഇവിടെ നമ്മൾ മുടി വെട്ടി ക്ലീൻ ചെയ്ത് സന്തോഷമായിട്ട് എല്ലാം ക്ലിയർ ചെയ്ത് ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളെ കൂടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എപ്പോൾ വേണം നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നേക്കാം. അതായത് നമ്മുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ, വല്ലാത്തൊരു ഭീകരാവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ ഈ വാറുണ്ണിയെ അറിയുന്ന, കണ്ടുപരിചയമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യുക, എന്നെ വിളിക്കുക. വാറുണ്ണിക്ക് 2 കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞത്. അത് ഓർമ്മയുണ്ടോ? 2 കുട്ടികളുണ്ടല്ലേ? പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ? ആൺപിള്ളേരാ. ഭാര്യയുടെ പേര് ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയില്ല. ഭാര്യ സുന്ദരിയായിരുന്നോ? അത് പറഞ്ഞപ്പോൾ നാണം വന്ന്. അതൊന്നുമില്ല, ഒന്നും ഓർമ്മയില്ല. 2 ആൺകുട്ടികളുണ്ടെന്ന് മാത്രം വാറുണ്ണിക്ക് ഓർമ്മയുണ്ട്. വാറുണ്ണി എന്ന പേര് ഇവിടുന്ന് ഞങ്ങൾ ഇട്ട പേരാണ് കേട്ടോ. വാറുണ്ണിക്ക് വേറെ ഒരു പേരുണ്ട്, വേറൊരു ഭൂതകാലമുണ്ട്. വാറുണ്ണിയുടെ നാട് ഏതാണെന്ന് നമുക്കറിയില്ല. നിങ്ങൾ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യണം. വാറുണ്ണിക്ക് ഒരു ലൈഫ് ഉണ്ടെങ്കിൽ അത് അറിയണം. വാറുണ്ണി കുട്ടികളെ കാണുന്നത് വല്ലാത്ത ആഗ്രഹമുണ്ട്. വാറുണ്ണിയെ കണ്ടുപരിചയമുള്ളവർ ആരെങ്കിലും, ഇടയ്ക്ക് കൊല്ലം ഭാഗത്തു നിന്ന് ആരോ അവിടെ ഒരു പച്ചക്കറി കട നടത്തിക്കൊണ്ടിരുന്ന ആളാന്നൊക്കെ പറഞ്ഞു. അതിന് വല്ല ഓർമ്മയുണ്ടോടാ? ഒന്നും ഓർമ്മയില്ല. വേറെ ഒരു കാര്യം അറിയത്തില്ല. വാറുണ്ണിക്ക് ഇങ്ങനെയുള്ള ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈഫ് മാത്രമേ വാറുണ്ണിക്ക് ഓർമ്മയുള്ളൂ. ഏതായാലും നിങ്ങൾ തീർച്ചയായിട്ടും നമുക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നേക്കാം. അതുകൊണ്ട് നമുക്കൊരു അച്ഛനും അമ്മയുണ്ട്, കുട്ടികളുണ്ട്. നമ്മുടെ വീട്ടിൽ ആർക്കും ഈ ഒരു അവസ്ഥ വന്നേക്കാം. നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം. വാറുണ്ണിയുടെ കുട്ടികളെ കാണണം, വാറുണ്ണിയുടെ ഭാര്യയെ കാണണം. വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്, അച്ഛനും അമ്മയെ കാണണം. ചക്രപുരത്തിന് വീട്ടിൽ പോകണം അല്ലേ? അതാണോ പറഞ്ഞു അച്ഛനും അമ്മയെ കണ്ടോണ്ടിരിപ്പുണ്ടായിരിക്കും ഒരു പക്ഷേ. പറഞ്ഞു വീട്ടിൽ പറഞ്ഞു. ഇവിടെ ക്യാമറ നോക്കി പറ. മക്കളുണ്ടെങ്കിൽ പറയാം, വിളിക്കണമെന്ന് പറ. അങ്ങോട്ട് വരുമെന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ മാക്സിമം ഇന്ന് തന്നെ ഈ വീഡിയോ നിങ്ങൾ കിട്ടും. നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു സഹായമായിരിക്കും. മാക്സിമം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യണേ. ഇവിടെ ഒരാൾക്കൊരു ജീവിതം കിട്ടുന്ന കാര്യമാണ്, ഒരു നന്മയാണ്. ജനനന്മയുള്ള വീഡിയോയുമായി വീണ്ടും ഉണ്ടാവും. ഞാൻ സൂരജ് പാലക്കാരൻ, ഭയമില്ലാതെ.